ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പിയില്ലേ ഞങ്ങളുടെ കടയിലേക്ക് ചോറിന് റെഡിയാക്കി എടുത്തിരിക്കുന്ന 2 കറികളാണ്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ബീൻസ് മെഴുക്കുപുരട്ടിയാണ്. ഈ ഒരു മെഴുക്കുപുരട്ടി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു 7 വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 8 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി അതും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ഒന്ന് മൂത്ത് വന്ന സമയത്തെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. ഒരു സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു സവാളയുടെ കളർ മാറി വരുന്ന സമയത്തെ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ബീൻസിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടേ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇളക്കിയിട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ബീൻസിലുള്ള കംപ്ലീറ്റ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മെഴുക്കുപുരട്ടിയുടെ അടിഭാഗത്തെ വെള്ളം ഊറി വന്ന് കിടക്കുവേ. ഇതേപോലെ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ സിമ്പിളായിട്ട് നല്ലൊരു ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീൻസ് മെഴുക്കുപുരട്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെണ്ടയ്ക്ക വെച്ചിട്ടൊരു തീയൽ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണയിലേക്ക് ഇപ്പോൾ 1 കിലോ വെണ്ടയ്ക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെണ്ടയ്ക്ക 4ആയിട്ട് പിളർന്നിട്ട് അത് ഇതേപോലെ കുറച്ച് വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനേ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു ഒട്ടലും ഒരു ഞോളപ്പൊക്കെ മാറുന്ന രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് കോരി വയ്ക്കാം കേട്ടോ. ഇനി ആ ഒരു ഉരുളിയിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു കുടപ്പം വെളുത്തുള്ളി ചതച്ചതും ഒരു 6 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വാടിയിട്ട് നമുക്ക് ഒരു ചെറിയ രീതിയിൽ ഗോൾഡൻ കളറാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതേപോലെ ഒരു സവാളയുടെ കളർ മാറി വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ 2 വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടേ നല്ല രീതിയിൽ ഇത് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വാടി കിട്ടുന്ന സമയത്തിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് തൈര് ഉണ്ടാവും കേട്ടോ ഇത്. ഈ തൈരിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവ് കുറവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി വെക്കണേ. ഇനി തൈര് നമുക്ക് ഈ ഒരു തക്കാളിയുടെ സവാളയുടെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ചട്ടിക്ക് ഒരുപാട് ചൂടുണ്ടാവരുതിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സമയത്തില്ലേ തൈര് പിരിഞ്ഞു പോകുവേ. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ഒരു വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തീയലും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.